വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ചാണ്. കേരളത്തില് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഏത് നദിയിലാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നദിയുടെ പേര് നിങ്ങൾ പെരിയാറാണ് പറയേണ്ടത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ്? പെരിയാറാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതിയുള്ള ജില്ലയെ ചോദിക്കണേ വെച്ചാൽ നമ്മൾ ഇടുക്കി ജില്ല പറയും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതിയുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. കേരളത്തിന്റെ പവർ ഹൗസ് എന്ന് വിളിക്കുന്നത്, പവർ ഹൗസ് ഓഫ് കേരള എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ഇടുക്കി ജില്ലയാണ്. പവർ ഹൗസ് ഓഫ് കേരള എന്ന് വിളിക്കുന്നത് ഇടുക്കി ജില്ലയാണ്. ഇനി ഓരോന്നും നമുക്ക് പഠിക്കാം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയുടെ പേര് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. പള്ളിവാസൽ 1940 ആരംഭിച്ചത് ആരുടെ കാലത്ത് അറിയോ? തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് ഈ പദ്ധതി നമ്മൾ ആരംഭിച്ചത് ഏത് നദിയിലാണ്? പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് നമ്മൾ ആരംഭിച്ചത്. ഇത്രയും കാര്യം ഓർത്തു വയ്ക്കുക. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയുടെ പേര് പള്ളിവാസൽ എന്നാണ്. 1940 ഇടുക്കി ജില്ലയിൽ വന്നു. അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. പെരിയാറിന്റെ പോഷക നദിയായി മുതിരപ്പുഴയിലാണ് ഇത് പണി തീർത്തത്. ശരിക്കും ഈ പദ്ധതി 1900 എന്ന് പറയുന്ന വർഷത്തില് നമ്മുടെ കണ്ണൻ ദേവൻ കമ്പനി ഉണ്ടല്ലോ, കണ്ണൻ ദേവൻ കമ്പനി, ആ കണ്ണൻ ദേവൻ കമ്പനി അവരുടെ സ്വകാര്യ ആവശ്യത്തിനായിട്ട് കൊണ്ടുവന്നതാണ്. പിന്നീടാണ് 1940 ഇത് പള്ളിവാസൽ എന്ന പേരിലായി മാറുന്നത് എന്ന് ഒന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ. ഇനി കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയുടെ പേരാ ചോദിക്കണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയുടെ പേര് ചെങ്കുളം പദ്ധതി എന്നാണ്. ചെങ്കുളം എന്നാണ് പദ്ധതി. 1954 ചെങ്കുളം പദ്ധതി. ഇത് ഏത് നദിയിൽ തന്നെയാണ്? മുതിരപ്പുഴ നദിയിൽ തന്നെയാണ്. പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിൽ തന്നെയാണ് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയായ മുതിരപ്പുഴയും. ഇനി ഇതിന്റെയും ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ സംശയമൊന്നുമില്ല, ഏതന്നെയാണ് ജില്ല? ഇടുക്കി ജില്ലയാണ് കേട്ടോ. അപ്പൊ നമ്മൾ കേരളത്തിലെ ആദ്യത്തേത് പറഞ്ഞു, കേരളത്തിലെ രണ്ടാമത്തേത് പറഞ്ഞു. ഇനി 3 പറയണത് എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതെന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയുടെ പേരാണ് ചോദിക്കുന്നതെങ്കിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്നാണ് പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ ജില്ല നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല, ഇടുക്കി ജില്ലയിലാണെന്ന് മനസ്സിലായി. 1975 ഒക്ടോബർ 4 ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് എന്ന് മനസ്സിലാക്കുക. 1975 ഒക്ടോബർ 4 ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് എന്ന് മനസ്സിലാക്കുക. ഇടുക്കി ജലവൈദ്യുത പദ്ധതി കാനഡയുടെ സഹായത്തോടു കൂടിയിട്ടാണ് നിർമ്മിച്ചത്. ഇതിന് 780 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുണ്ട്. ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആരുടെ എന്താ പറയാ സഹായത്തോടു കൂടിയിട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത്? കാനഡയുടെ സഹായത്തോടു കൂടി. എത്രയാണ് ഇതിന്റെ മെഗാവാട്ട് വൈദ്യുതി സ്ഥാപിത ശേഷി? 780 മെഗാവാട്ട് ആണ്. ഇനി ഇത് ഏത് നദിയിലാണ്? പെരിയാർ നദിയിലാണ്. ക്ലിയർ ആയോ? പെരിയാർ നദിയിലാണ്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. 1975 ഒക്ടോബർ 4 നിലവിൽ വന്നു. 780 മെഗാവാട്ടുള്ള ഈ പദ്ധതി തുടങ്ങാൻ സഹായിച്ച രാജ്യം കാനഡയാണ്. ഇത് പെരിയാർ നദിയിലാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി 4ാമത്തെ ചോദ്യം, രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അപ്പൊ കേരളത്തിലെ ആദ്യ പദ്ധതി, രണ്ടാമത്തെ പദ്ധതി, വലിയ പദ്ധതി. ഇനി അടുത്ത് പറയണു രണ്ടാമത്തെ വലിയ പദ്ധതി. രണ്ടാമത്തെ വലിയ പദ്ധതിയുടെ പേര് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി എന്നാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ പദ്ധതിയുടെ പേര് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി എന്നാണ്. ഇത് എവിടെയായിരിക്കും? പത്തനംതിട്ട ജില്ലയിലാണ്. ഇതിന് ഉപയോഗിക്കുന്നത് പമ്പ, കക്കി നദികളിലെ ജലമാണ്. അപ്പൊ പമ്പാ നദിയിലെയും കക്കി നദിയിലെയും ജലം ഉപയോഗിച്ചിട്ടാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി മുന്നോട്ട് പോകുന്നത്. ഇത് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പൊ നമ്മളിപ്പോ പഠിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ജലവൈദ്യുത പദ്ധതികളെ കുറിച്ചാണ്, വൈദ്യുത പദ്ധതികളെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അഥവാ നമ്മുടെ KSEB കുറിച്ച് നമുക്ക് പഠിക്കണം. KSEB നിലവിൽ വന്നത് എന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. 1957 മാർച്ച് മാസം 31 KSEB നിലവിൽ വന്നത്. KSEBയുടെ കീഴിൽ 14 ജലവൈദ്യുത പദ്ധതികൾ കാണപ്പെടുന്നു. KSEBയുടെ കീഴിൽ 14ഓളം ജലവൈദ്യുത പദ്ധതി ഉണ്ട്. വേണമെങ്കിൽ ഞാൻ ഒന്ന് ഓടിപ്പിച്ച് പറയാം. ശബരിഗിരി, കുറ്റ്യാടി, ഇടമലയാറ്, പെരിങ്ങൽ
പാപ്പിനിക്കുത്ത്, ഇടുക്കി, കക്കാട്, കല്ലട, ലോവർ പെരിയാറ്, നേരിയമംഗലം, പള്ളിവാസല്, പന്നിയാറ്, ചെങ്കുളം, ഷോളയാറ്, മലങ്കര, ഇതൊക്കെ തന്നെ KSEBിയുടെ കീഴിലുള്ളതാണ്. ഈ 14 കാണാപ്പാടം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ധാരാളം ജലവൈദ്യുത പദ്ധതി, 14ഓളം ജലവൈദ്യുത പദ്ധതികൾ ഇവിടെ ഉണ്ട്, KSEBിയുടെ കീഴിലുണ്ട്. പട്ടത്ത് വൈദ്യുത ഭവനാണ്, പട്ടത്തുള്ള വൈദ്യുത ഭവനാണ്. പട്ടം എവിടെ അറിയാലോ, തിരുവനന്തപുരം ജില്ലയിലാണ്. പട്ടത്തെ വൈദ്യുത ഭവനാണ് നമ്മുടെ KSEBിയുടെ ആസ്ഥാനം എന്നും കൂടി ഓർത്തു വയ്ക്കാം. KSEBിക്ക് ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. KSEBിയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പേര് ഒരുമ എന്നാണ്. KSEBിയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന് വിളിക്കുന്ന പേര് എന്താണ്? ഒരുമ എന്നാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാറും, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കിയുമാണ്. കേരളത്തിന്റെ പവർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. 1940 ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലത്ത് പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് ഇത് പണിതീർത്തത്. പക്ഷേ 1900 കണ്ണൻദേവൻ കമ്പനി അവരുടെ സ്വകാര്യ ആവശ്യത്തിനായി ഈ പദ്ധതി കൊണ്ടുവരേണ്ടായിരുന്നു എന്ന് ഓർത്തു വയ്ക്കുക. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയുടെ പേര് ചെങ്കുളം എന്നാണ്. 1954 ഇത് മുതിരപ്പുഴയിലാണ്, ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയുടെ പേര് ഇടുക്കി എന്നാണ്. 1975 ഒക്ടോബർ 4 നിലവിൽ വന്നു. 780 മെഗാവാട്ട് ആയിരുന്നു ഇതിന്റെ സ്ഥാപിത ശേഷി. കാനഡയുടെ സഹായത്തോടു കൂടിയിട്ടാണ് വന്നത്. പെരിയാർ നദിയിലാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയുടെ പേര് ശബരിഗിരി എന്നാണ്. പമ്പ, കക്കി നദികളിലാണ് ഈ പദ്ധതി നിൽക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അഥവാ KSEB വന്നത് 1957 മാർച്ച് 31 KSEBിയുടെ കീഴിൽ 14 ജലവൈദ്യുത പദ്ധതികളുണ്ട്. പട്ടത്തെ വൈദ്യുത ഭവനാണ് അതിന്റെ ആസ്ഥാനം. KSEBിയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന് ഒരുമ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമ്മൾ പറയുന്നത് കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? പ്രൈവറ്റ് വ്യക്തികളുടെ കീഴിൽ. അങ്ങനെ കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും മണിയാർ ജലവൈദ്യുത പദ്ധതിയാണ്. PSCക്ക് ഇഷ്ടമുള്ള ചോദ്യമാണ് മണിയാർ. മണിയാർ ഏത് നദിയിലാണ്? ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിലാണ് മണിയാർ. അപ്പോ അത് ഒന്ന് ഓർത്തു വയ്ക്കാം. അതുപോലെ തന്നെ ബംബയിലാണെന്നും മനസ്സിലാക്കുക. അപ്പോ കേരളത്തിലെ ആദ്യത്തെ എന്താ പറയുന്നത്, പമ്പയുടെ മണിയാർ എന്ന് പറയുന്ന പോഷക നദിയിലാണ് കേട്ടോ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാറാണ്, പത്തനംതിട്ട ജില്ലയിലാണ്. കേരളത്തിലെ രണ്ടാമത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയുടെ പേര് ഏതാണ്? കുത്തുങ്കൽ എന്നാണ്. ഏതാണ്? കുത്തുങ്കൽ എന്നാണ്. രണ്ടാമത്തതിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുത്തുങ്കൽ എന്നാ പറയാ. കുത്തുങ്കല് ഇടുക്കി ജില്ലയിലാണ്. കുത്തുങ്കൽ ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയില് പന്നിയാർ എന്ന് പറയുന്ന നദിയിലാണ്. കേരളത്തിലെ ആദ്യത്തേത് മണിയാറാണെങ്കിൽ രണ്ടാമത്തേത് കുത്തുങ്കലാണെങ്കിൽ വലുത് ചോദിച്ചു കഴിഞ്ഞാലും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഏതന്നെയാ പറയേണ്ടത്? കുത്തുങ്കൽ തന്നെയാ പറയേണ്ടത്. ഇനി വേറൊരെണ്ണം കൂടി ഉണ്ട്. അതിന്റെ പേര് ഉള്ളുങ്കൽ ജലവൈദ്യുത പദ്ധതി എന്നാണ്. എന്താണ്? ഉള്ളുങ്കൽ എന്നാണ് പേര്, മൂന്നാമത്തേത് കേട്ടോ. ഉള്ളുങ്കൽ ജലവൈദ്യുത പദ്ധതി. ഇതും പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. ജില്ല പത്തനംതിട്ട തന്നെയാണ്. കക്കാട് നദിയിലാണ്. ഏത് നദിയിലാണ്? കക്കാട് നദിയിലാണ്. അപ്പൊ ആദ്യത്തേത് മണിയാറാണ്, പത്തനംതിട്ട ജില്ലയിൽ മണിയാർ നദിയിലാണ്. രണ്ടാമത്തതും വലുതും കുത്തുങ്കലാണ്, ഇടുക്കി ജില്ലയിൽ പന്നിയാർ നദിയിലാണ്. അടുത്തത് ഉള്ളുങ്കലാണ്, പത്തനംതിട്ട ജില്ലയിൽ കക്കാട് നദിയിലാണ്. ഇനി കേരളത്തില് സ്വന്തമായിട്ട് വൈദ്യുതി വിതരണം നടത്തുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നിങ്ങൾ തൃശൂർ കോർപ്പറേഷൻ പറയണം. ഏതാണ്? തൃശൂർ കോർപ്പറേഷൻ ആണ്. കേരളത്തിൽ സ്വന്തമായിട്ട് വൈദ്യുതി വിതരണം നടത്തുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? തൃശൂർ കോർപ്പറേഷൻ ആണ്. കേരളത്തിൽ സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപാദനം നടത്തുന്ന ഗ്രാമപഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപാദനം നടത്തുന്ന ഗ്രാമപഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മാങ്കുളം പഞ്ചായത്താണ് നമ്മൾ പറയാ. ഏത് പഞ്ചായത്താണ്? മാങ്കുളം പഞ്ചായത്താണ്. മാങ്കുളം എവിടെയാണ്? ഇടുക്കിയിലാണ്. എവിടെയാണ്? ഇടുക്കിയിലാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി
എവിടെയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി? നമ്മൾ പറഞ്ഞതാണ് കേരളത്തിലെ രണ്ടാമത്തെ വലുതാണെന്ന്. എന്നാണ് ഞാൻ ഒന്നും കൂടെ പറയാണ്. ശബരിഗിരി പത്തനംതിട്ട ജില്ലയിലാണ്. പമ്പ, കക്കി നദികളിലാണ്. പമ്പ, കക്കി നദികളിലാണ്. ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാറുള്ളത് ഒരെണ്ണാണ്, ഉറുമി ജലവൈദ്യുത പദ്ധതി എവിടെയാണെന്ന്. ഉറുമി ജലവൈദ്യുത പദ്ധതി കോഴിക്കോട് ജില്ലയിലാണ്. ഉറുമി എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ഉറുമി കോഴിക്കോട് ജില്ലയിലാണ്. അത് ആരുടെ സഹായത്തോടു കൂടി നിലവിൽ വന്നത്? ചൈനയുടെ സഹായത്തോടു കൂടി. ഉറുമി ജലവൈദ്യുത പദ്ധതി കോഴിക്കോട് ജില്ലയിലാണ്. ചൈനയുടെ സഹായത്തോടു കൂടിയിട്ടാണ്. കോഴിക്കോടാണ് ചൈനയുടെ സഹായത്തോടു കൂടി നിലവിൽ വന്നതാണ്. ഇനി നമ്മളോട് ചോദിക്കാറുള്ള അടുത്ത ചോദ്യം, മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് എന്നുള്ളതാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ്. ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലാണെന്ന് പറയും. ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. അപ്പൊ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറ, പത്തനംതിട്ട. രണ്ടാമത്തതും വലുതുമായിട്ടുള്ള ജലവൈദ്യുത പദ്ധതി കുത്തുങ്കല്, ഇടുക്കി. അതുപോലെ തന്നെ മൂന്നാമത് ഒരെണ്ണുണ്ട്, ഉള്ളുങ്കല്, പത്തനംതിട്ട. അല്ലെ? ഇനി വൈദ്യുതി വിതരണം നടത്തുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശ്ശൂര്, വൈദ്യുതി ഉൽപാദനം നടത്തുന്ന ഗ്രാമപഞ്ചായത്ത് മാങ്കുളം. ഇത്രയും ഓർക്കുക. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി. ഉറുമി ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ആരുടെ സഹായത്തോടു കൂടിയിട്ടാണ്? ചൈനയുടെ സഹായത്തോടു കൂടിയിട്ടാണെന്ന് ഓർക്കുക. അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് ജലവൈദ്യുത പദ്ധതികൾ നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മറ്റ് പദ്ധതികളാണ്. അതായത് നമ്മൾ താപവൈദ്യുത പദ്ധതി, പിന്നെ പരീക്ഷകൾക്കൊക്കെ അനർട്ടിനെ കുറിച്ചൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള 3-4 കാര്യങ്ങൾ, താപത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതും, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതും, തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതും, സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതും, അങ്ങനെയുള്ളത് പഠിക്കാം. അത് അടുത്ത ക്ലാസ്സിലാവും കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ക്ലാസ് ഇഷ്ടപ്പെടുക വെച്ചാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന, ടീച്ചർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.